സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി സൗദിവൽക്കരണം വ്യാപകമാകുന്നു. സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് ജോലികളിൽ 25% സ്വദേശിവൽക്കരണം നടത്തുമെന്ന് കഴിഞ്ഞ ജാനുവരിയിൽ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുമാനം ജൂലൈ 21 മുതൽ നടപ്പിലാക്കുമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. സൗദിയിലെ മുനിസിപ്പൽ ഗ്രാമകാര്യ പാർപ്പിട മന്ത്രാലയവുമായി സഹകരിച്ചാണ് മാനവശേഷി മന്ത്രാലയം പുതിയ തീരുമാനം നടപ്പിൽ വരുത്തുന്നത്. ഇതിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് മേഖലയിൽ 5 അതിലധികമോ ജോലിക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ 25% സ്വദേശിവൽക്കരണം നടപ്പിലാക്കേണ്ടി വരും. സൗദി പൗരത്വമുള്ള പുരുഷന്മാർക്കും വനിതകൾക്കും കൂടുതൽ ആകർഷകമായ ജോലി ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് സൗദിയിലെ 2 പ്രധാന മന്ത്രാലയങ്ങൾ ചേർന്ന് ഈ നീക്കം നടത്തുന്നത്. തൊഴിൽ മേഖലകളിൽ സ്വദേശികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഈ തീരുമാനം നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് മുനിസിപ്പൽ ഗ്രാമകാര്യ പാർപ്പിട മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്വദേശിവൽക്കരണം എളുപ്പമായി നടപ്പിലാക്കാനുള്ള വിവിധ നടപടികൾ മുനിസിപ്പൽ ഗ്രാമകാര്യ പാർപ്പിട മന്ത്രാലയം കൈക്കൊള്ളും. സൗദി പൗരന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകുന്നതിനായി സ്ഥാപനങ്ങൾക്ക് ഇൻസെന്റീവുകൾ നൽകുകയും സപ്പോർട്ട് പ്രോഗ്രാമുകൾ ആരംഭിക്കുകയും ചെയ്യും. യോജിച്ച തൊഴിലാളികളെ കണ്ടെത്തുന്നതിനും ആകർഷിക്കുന്നതിനും ട്രെയിനിംഗ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമാണ് സപ്പോർട്ടിംഗ് പ്രോഗ്രാമുകൾ നടത്തുകയെന്നും മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. തൊഴിലിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ പ്രോസസ്, റിക്രൂട്ട്മെന്റ് പ്രോസസ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സഹായം നൽകും. നിലവിൽ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ ഹദഫ് പദ്ധതിയിൽ ലഭ്യമായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകൾക്ക് പുറമെയാണ് പുതിയ സപ്പോർട്ട് പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തുക. നിതാഖാത്ത് എന്ന പേരിൽ സൗദിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വദേശിവൽക്കരണം നടത്തിവരികയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഘട്ടമെന്ന നിലയിലാണ് എഞ്ചിനീയറിംഗ് മേഖലയിലും 25% സ്വദേശിവൽക്കരണം വന്നിരിക്കുന്നത്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ കാര്യമായി ബാധിക്കും. സൗദി വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ യാത്രക്കാർക്കായി പുതിയ കാറ്റഗറി വിസകൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചു. ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് സൗദിയുടെ പുതിയ വിസ ഓൺ അറൈവൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. USA-യിൽ നിന്നോ UK-യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെങ്കൻ രാജ്യങ്ങളിൽ നിന്നോ സാധുതയുള്ള ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് വിസ ഉള്ളവർക്കാണ് പുതിയ മാറ്റങ്ങൾ പ്രയോജനപ്പെടുക. എൻട്രി സ്റ്റാമ്പ് ചെയ്ത രേഖകളും കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് ഈ വിസ നേടാനുള്ള അർഹത ലഭിക്കും. സൗദി അറേബ്യയിലെ തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകാൻ തൊഴിലുടമകൾ ബാധ്യസ്ഥരാണെന്ന് സൗദി തൊഴിൽ നിയമം അനുശാസിക്കുന്നതായി സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. സൗദി തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 144 പ്രകാരം തൊഴിൽദാതാവ് ജീവനക്കാർക്ക് രോഗശമനവുമായും രോഗപ്രതിരോധവുമായും ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണത്തിന് സംവിധാനം ഒരുക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതായും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിൽദാതാവ് തൊഴിലാളികളെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനായി 1 അതിലധികമോ ഡോക്ടർമാരെ നിയോഗിക്കണം. സോഷ്യൽ ഇൻഷുറൻസ് വ്യവസ്ഥയിൽ വ്യക്തമാക്കിയിട്ടുള്ള തൊഴിൽപരമായ രോഗങ്ങൾ ബാധിക്കാനിടയുള്ള ജീവനക്കാരെ പ്രത്യേകം പരിശോധനയ്ക്ക് വിധേയരാക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്ന പക്ഷം ആവശ്യമായ ചികിത്സയും ലഭ്യമാക്കണം. അതോടൊപ്പം മുഴുവൻ തൊഴിലാളികളെയും ചുരുങ്ങിയത് വർഷത്തിൽ ഒരിക്കലെങ്കിലും സമഗ്രമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഉത്തരവാദിത്തവും തൊഴിലുടമയ്ക്കുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലെ പ്രവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അവർക്ക് മികച്ച തൊഴിൽ സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി മാനവ വിഭവശേഷി വികസന മന്ത്രാലയം അവരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രവാസി തൊഴിലാളികളുടെ ഒരു വലിയ സമൂഹം സൗദി അറേബ്യയിൽ താമസിക്കുന്ന സാഹചര്യത്തിൽ തൊഴിൽ വിപണിയെ നിയന്ത്രിക്കാനും അതിന്റെ ആകർഷണീയതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കാനുമുള്ള നിരവധി നടപടികളും സൗദി അടുത്ത കാലത്തായി കൈക്കൊണ്ടിരുന്നു. രാജ്യത്തെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും തങ്ങളുടെ ബ്രാഞ്ചുകളുടെ ഉൾപ്പെടെയുള്ള ലൊക്കേഷൻ വിവരങ്ങൾ ക്വിവ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം സ്ഥാപന ഉടമകളോട് ആവശ്യപ്പെട്ടു. ക്വിവ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ എസ്റ്റാബ്ലിഷ്മെന്റ് ലൊക്കേഷൻ മാനേജ്മെന്റ് സേവനം ഉപയോഗിച്ചാണ് തങ്ങളുടെ ബ്രാഞ്ച് ലൊക്കേഷൻ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കമ്പനിയുടെ ശാഖ ഓഫീസുകൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് നൽകേണ്ടതെന്നും അധികൃതർ അറിയിച്ചു.
പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മ്യൂസിയത്തിൽ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം ചേർന്നു. ഈ അഫിലിയേഷൻ മ്യൂസിയത്തിന്റെ സുപ്രധാന ചുവടുവയ്പായാണ് കാണുന്നത്. മ്യൂസിയത്തിന്റെ ആഗോള സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും മ്യൂസിയം മേഖലയിൽ അന്താരാഷ്ട്ര വൈദഗ്ധ്യം നേടാൻ സഹായകമാവുകയും ചെയ്യും. ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളുമായും സാംസ്കാരിക കേന്ദ്രങ്ങളുമായും ബന്ധം എളുപ്പമാക്കാൻ ഏകോമിൽ ചേരുന്നത് സഹായിക്കുമെന്ന് ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം ഡയറക്ടർ അറിയിച്ചു. മുംബൈയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കടലിൽ വൻ തിരമാലകൾ രൂപപ്പെട്ടേക്കുമെന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ മുംബൈയിൽ തീവ്രമഴ പെയ്തതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് ഇനിയും തുടരും. അതിതീവ്ര മഴയായി മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അതേസമയം നഗരത്തിലെ വിമാന സർവീസുകളെയും ഇത് ബാധിച്ചു. മുംബൈ വിമാനത്താവളത്തിൽ കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ കനത്ത മഴ പെയ്തതോടെ വിമാനം ടേക്ക് ഓഫും ലാൻഡിംഗും നിർത്തിവെക്കേണ്ടി വന്നു. ഇന്ന് രാവിലെ 2 മണിയോടെയാണ് പ്രതിസന്ധി നേരിട്ടത്. 27 വിമാനങ്ങൾ അഹമ്മദാബാദിലേക്കും ഇൻഡോറിലേക്കും ഹൈദരാബാദിലേക്കും വഴി തിരിച്ചുവിട്ടു. നൂറുകണക്കിന് യാത്രക്കാരാണ് വിമാനം വൈകിയതിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ ട്രാൻസ്ഫർ ചെയ്യാൻ അനുമതി നൽകാൻ തീരുമാനം. 2 മാസത്തേക്കാണ് ഗാർഹിക തൊഴിലാളികളെ അഥവാ ആർട്ടിക്കിൾ 20 വിസക്കാരെ സ്വകാര്യ മേഖലയിലേക്ക് അഥവാ ആർട്ടിക്കിൾ 18 വിസയിലേക്ക് മാറാൻ അവസരം നൽകുകയെന്ന് അധികൃതർ അറിയിച്ചു. നിരവധി പ്രവാസികൾക്കാണ് ഈ തീരുമാനം വലിയ അനുഗ്രഹമാകുന്നത്. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സബാഹാണ് ഇത് സംബന്ധമായ തീരുമാനം പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. സ്വകാര്യ മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുകയാണ് ഈ വിസ ട്രാൻസ്ഫർ അനുമതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ അറിയിച്ചു. നിലവിൽ ഗാർഹിക തൊഴിലാളികൾക്ക് അവരുടെ വിസ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നതിന് വിലക്കുണ്ട്. തൊഴിൽ വിപണിയിലെ ആവശ്യവും വിതരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൈവരുന്ന മുറയ്ക്ക് തീരുമാനം പുനർപരിശോധിക്കുമെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. ദുബൈയിലെ പ്രവാസികൾക്ക് ഇനി അവരുടെ വീടുകളിൽ മെഡിക്കൽ ടെസ്റ്റ് നടത്താം. VFS ഗ്ലോബലും AMHSും ചേർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ ഡോർ സ്റ്റെപ്പ് സർവീസ് ആരംഭിച്ചു. ഈ സംവിധാനത്തിലൂടെ ദുബൈയിൽ UAE റെസിഡൻസ് വിസയുള്ള പ്രവാസികൾക്ക് നിയുക്ത മെഡിക്കൽ സെന്റർ സന്ദർശിക്കാതെ തന്നെ അവരുടെ മെഡിക്കൽ ചെയ്യാൻ സാധിക്കും. VFS ഗ്ലോബൽ വഴി പ്രീമിയം ഓഫറായാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഡോർ സ്റ്റെപ്പ് സേവനം ലഭ്യമാവുക. റെസിഡൻസി വിസ പുതുക്കാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി A വിസ ഉടമകൾക്കും ഈ സേവനം ലഭ്യമാകും. കേന്ദ്രങ്ങളിൽ നൽകുന്ന സ്റ്റാൻഡേർഡ് മെഡിക്കൽ പരിശോധനാ സേവനങ്ങളിലേക്കുള്ള ഓപ്ഷണൽ ആഡ് ഓൺ ആണിത്. ഉപഭോക്താക്കൾക്ക് അവരുടെ വീടുകളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്രക്രിയയിലൂടെ നേരിട്ട് അവരുടെ മെഡിക്കൽ പരിശോധന അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാം. അതിനായി പാസ്പോർട്ട് കോപ്പി, താമസാനുമതി അല്ലെങ്കിൽ വിസ കോപ്പി, വെള്ള പശ്ചാത്തലമുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എമിറേറ്റ്സ് ID കോപ്പി എന്നീ രേഖകളാണ് ആവശ്യമായി വരുന്നത്.